ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്, കണ്ണൂർ ട്രേഡേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. പല ആൾക്കാരും ചോദിക്കും, ഓപ്ഷൻ ബൈയിങ് ആണോ നല്ലത്, ഓപ്ഷൻ സെല്ലിംഗ് ആണോ നല്ലത് എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ 4 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, ഓപ്ഷൻ ബൈയിങ്ങിൽ പണമുണ്ടാക്കുക വളരെ ദുഷ്കരമാണ്. പറ്റില്ല, പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ട് അറിയാം. കാരണം എന്തായാലും ഓപ്ഷൻ ബൈയിങ്ങിൽ കൺസിസ്റ്റൻസി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയെന്ന് വരാം, പക്ഷേ പിറ്റേ ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അതേ കോൺഫിഡൻസിൽ വരും. അപ്പോൾ അതും ഫുള്ളായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കൺസിസ്റ്റൻസി ഓപ്ഷൻ ബൈയിങ്ങിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ സൈക്കോളജിക്കലി ആൻഡ് ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, അതിൽ മണി മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആൾക്കാർ പറയും അൺലിമിറ്റഡ് ലോസ് ഓപ്ഷൻ സെല്ലിങ്ങിലാണെന്ന്. അത് ഓപ്ഷൻ സെല്ലിങ്ങിൽ അൺലിമിറ്റഡ് ലോസ് എപ്പോൾ വരുമെന്ന് വെച്ചാൽ, നിങ്ങൾ നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്തു, അതിൽ ഹെഡ്ജ് പൊസിഷൻ എടുത്തില്ല. ആൻഡ് ഹെഡ്ജ് പൊസിഷൻ എടുത്തില്ലെങ്കിലും നിങ്ങളുടെ മുന്നിൽ ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സിറ്റ് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് വെച്ച് എക്സിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ, നേക്കഡായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഹെഡ്ജ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് ഓപ്ഷൻ സെല്ലിങ്ങിൽ ഹ്യൂജ് ലോസസ് വരാനുള്ളത്, അൺലിമിറ്റഡ് ലോസസ് വരാനുള്ളത്. പക്ഷേ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വലിയ മാർജിൻ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് പൈസ മാത്രമേ വേണ്ടൂ ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളതെന്ത് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഹ്യൂജ് ക്വാണ്ടിറ്റി വാങ്ങും. ചെറിയൊരു ഫ്ലക്ച്വേഷൻ, മാർക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്കറ്റിൻ്റെ സൈക്കോളജി, മാർക്കറ്റിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ തീറ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങളുടെ എഗെയിൻസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ തീറ്റയും അതിൽ പ്ലേ ചെയ്യും. തീറ്റ എല്ലാത്തിലും പ്ലേ ചെയ്യും, നിങ്ങളുടെ ഫേവറിൽ വന്നാലും പ്ലേ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ വളരെ ഫാസ്റ്റായിട്ട് പ്രീമിയം ഡീകേ ആവും. സോ ഓപ്ഷൻ ബൈയിങ്ങിൽ ഇനിയും പല പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.